Hi guys, this is your cinematic Mallu. So, Gar, written by Praveen S. and J.K. Writing credits അവർ രണ്ടുപേരാണ്. ഡയറക്റ്റഡ് ബൈ J.K. ഇദ്ദേഹത്തിൻ്റെ ജെയ്ഡ് ഇതിനു മുമ്പുള്ള സിനിമ എസ്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു മൂവി ആയിരുന്നു. പക്ഷേ വെൻ കമ്മിങ് ടു ഗർ ഒരു തട്ടിക്കൂട്ട് അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് നമ്മൾ പറയും. അപ്പം സുരാജ് വെഞ്ഞാറമൂട്, കുഞ്ചാക്കോ ബോബൻ, ശ്രുതി രാമചന്ദ്രൻ, മഞ്ജു പിള്ളൈ, രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, അലൻസിയർ, രാജേഷ് മാധവൻ, അനഘ ഇവരൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഇതിൽ നമ്മൾ ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ് കുഞ്ചാക്കോ ബോബൻ അകപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആൻഡ് ആ സിറ്റുവേഷനിൽ പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങൾ അത് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് ഒട്ടും നാച്ചുറലായി എനിക്ക് തോന്നിയില്ല. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് എനിക്ക് തോന്നിയത്. കുഞ്ചാക്കോ ബോബൻ അകപ്പെടുന്ന ആ സിറ്റുവേഷൻ ആയാലും പിന്നീട് നടക്കുന്ന കാര്യങ്ങളായാലും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവണ്ടേ ആസ് എ പ്രേക്ഷകൻ. അത് നാച്ചുറലായിട്ട് ഉണ്ടായാലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. ഈ കണക്ഷൻ ഉണ്ടായില്ല. അത് മൊത്തത്തിലൊരു തട്ടിക്കൂട്ട സെറ്റപ്പിൽ ഉണ്ടാക്കിയെടുത്തോണ്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ. പിന്നെ പെർഫോമൻസുകളായാലും ഒന്നല്ലെങ്കിൽ എന്താ പറയുക, ഓവർ ആക്ടിങ്, അല്ലെങ്കിൽ കഥയറിയാണ്ട് അഭിനയിക്കുക, എന്തിനോ വേണ്ടി അഭിനയിക്കുക എന്ന് പറയുന്നൊരു ഫീലിംഗ്. പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പം എന്താ പറയുക, ഇമോഷണൽ സീനുകളാണെങ്കിലും ഇപ്പം ശ്രുതി രാമചന്ദ്രനായിട്ടുള്ള ഇമോഷണൽ സീനുകളാണെങ്കിലും എന്തിനു വേണ്ടി അഭിനയിക്കണു, ഈ കഥയറിയാണ്ട് അഭിനയിക്കുക എന്ന് പറയുന്നൊരു സംഭവം. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു സിനിമയിൽ ഇമോഷണൽ സീനുകൾ അത് ആ സിനിമയ്ക്ക് ആവശ്യമാണ്. ആ സിനിമയുടെ കഥ പറച്ചിലിന് ഈ ഇമോഷണൽ സീനുകൾ ആവശ്യമാണെന്നുള്ളൊരു ഫീലിംഗ് പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഇത് കാണുമ്പോൾ ഉണ്ടാവണം. അവിടെയാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ സിനിമയിൽ ശ്രുതി രാമചന്ദ്രനും സുരാജ് വെഞ്ഞാറമൂടും ആയിട്ടുള്ള ഇമോഷണൽ സീനുകൾ കാണുമ്പോൾ എനിക്ക് ഒരു രീതിയിൽ ആ ഫീലിംഗ് ഉണ്ടാവണില്ല. ഈ സീനുകൾ ഈ സിനിമയിൽ എന്തിനെന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ഉള്ളിൽ. അങ്ങനെ പിന്നെ ലൈക്ക് എന്താ കുഞ്ചാക്കോ ബോബനായിട്ടുള്ള കോമഡി ആ ഒരു സീക്വൻസ് ആണെങ്കിലും ഒട്ടും വർക്കൗട്ടായില്ല. ആകെപ്പാടെ കുഞ്ചാക്കോ ബോബനായിട്ടുള്ള ഒരു സീക്വൻസിൽ ഒരു പോർഷൻ മാത്രം സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ദ റെസ്റ്റ് അതങ്ങനെ അങ്ങ് പോയി. ബാക്കിയുള്ളവർ ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എന്താ പറയുക, അലൻസിയറിൻ്റെ ആണെങ്കിലും രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എന്തിനു വേണ്ടി കഥയറിയാണ്ട് ഉള്ളൊരു പെർഫോമൻസ് എന്ന് പറയണോ. അങ്ങനെ ഇത് തുടക്കം മുതലേ ഈ ഒരു തട്ടിക്കൂട്ട സെറ്റപ്പിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് വെച്ചാണ് തുടങ്ങണേ. ഒരു സിനിമയിൽ ഈ ന്യൂസ് റിപ്പോർട്ടൊക്കെ കാണിക്കുക എന്ന് പറയുമ്പം അതിൽ ഈ പറഞ്ഞോണം നാച്ചുറാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ അത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ന്യൂസ് പ്രസൻറ്റേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് ഈ സിനിമയിലെ ന്യൂസ് പ്രസൻറ്റേഷൻ സീനുകൾ. ഇതിൽ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ ഒരു ന്യൂസ് TV ഹെഡിൻ്റെ റോളൊക്കെയാണ് ചെയ്യണത്. ഈ ന്യൂസ് ചാനലുകൾ ആൾക്കാരുടെ എന്താ പറയുക സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റമൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതൊന്നും വർക്കൗട്ടായതായി എനിക്ക് തോന്നിയില്ല. ഇതിൽ ന്യൂസ് ചാനലുകളെ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്ന ഡയറക്ടർ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച രീതിയിൽ JK ഉദ്ദേശിച്ച രീതിയിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ പിന്നെ എന്താ പറയുക, ബാക്കി ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പം ഇതിൽ എന്താ ശോഭി തിലകൻ്റെ ക്യാരക്ടറും എന്തിനോ വേണ്ടി പെർഫോം ചെയ്യണു ആ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഇതിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു അലിയൻ ക്യാരക്ടറൊക്കെ തുടക്കം മുതൽ അവസാനം വരെ ഒരൊറ്റ ഡ്രസ്സാണ് ഇടാനുള്ളൂ. അതും എന്തിനോ വേണ്ടി ഒരു പെർഫോമൻസ് എന്ന് പറയണോണം. എന്താ ഇൻ്റർവെൽ എന്നൊക്കെ പറയുന്നത് കൂട്ടിയോട്ടമാണ്, എന്തിനോ വേണ്ടി കൂട്ടിയോട്ടം. അതങ്ങനെ പോയി. പിന്നെ മ്യൂസിക് ആണെങ്കിലും ഡോൺ വിൻസെൻ്റ്, കൈലാഷ് മേനോനൊക്കെയാണ് മ്യൂസിക് ഹാൻഡിൽ ചെയ്തേക്കണേ. തുടക്കത്തിലൊരു പാട്ട് എനിക്കിഷ്ടപ്പെട്ടു. അതായത് എന്താ കുഞ്ചാക്കോ ബോബൻ്റെയും അനഘയുടെയും ആ പ്രണയം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ പാട്ട്. ഇതിലാകെ മ്യൂസിക്കിൽ എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എനിക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചത് ആ ഒരു മ്യൂസിക് മാത്രമാണ്. ബാക്കിയൊക്കെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാത്തൊരു മ്യൂസിക് ആയിരുന്നു. അങ്ങനെ അത് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു. തുടക്കത്തിൽ ആ മ്യൂസിക് കുഞ്ചാക്കോ ബോബൻ്റെ അനഘയുടെയും ലവ് ട്രാക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതൊക്കെ എനിക്കൊരു കണക്ഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബാക്കി മ്യൂസിക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഒരു പാട്ടൊക്കെ അതായത് ഓവർ ആക്ട് ചെയ്തവരും എന്താ പറയുക കഥയറിയാണ്ട് അഭിനയിച്ചവരും എന്തിനോ വേണ്ടി അഭിനയിച്ചവരും എല്ലാവരും കൂടി വന്ന് ഈ തട്ടിക്കൂട്ടെന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഹൈറ്റിൽ കൊണ്ടുവച്ചു. അമ്മാതിരി ഒരു പാട്ട്, അതായത് ഒരു ആവശ്യമില്ല ആ പാട്ട് ഈ സിനിമയിൽ, വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പിന്നെ അതിൽ ഒരു ഫയർഫോഴ്സ് ടീമായിട്ട് അഭിനയിച്ച ഒരു ആക്ടേഴ്സ് അവരെന്ന് പറയുന്നത് ഓവർ ആക്ടിങ്ങിൻ്റെ ടീമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു ഫയർഫോഴ്സ് ടീമിനെ ലീഡ് ഓഫീസറിൻ്റെ റോൾ പ്ലേ ചെയ്തൊരു ആക്ടർ എന്താ പറയുക ഓവർ ആക്ടിങ്ങിൻ്റെ അയ്യൊരു കളി. അങ്ങനെ പിന്നെ VFX എന്ന് പറയുന്നതും തുടക്കത്തിൽ ഇറ്റ് വാസ് ഓക്കെ, സിംഹത്തിൻ്റെ VFX ഒക്കെ, പക്ഷെ പിന്നീട് അങ്ങോട്ട് VFXും താഴെ പോയതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കുരങ്ങൻ്റെ VFX ഒക്കെ ഇതിൽ ചെയ്തേക്കുന്നത് നല്ല ബോറായിട്ടുണ്ട്. അങ്ങനെ ദിസ് ഈസ് മൈ ടേക്ക് ഓൺ ഗർ. നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.
and see you guys in the next video. Till then, this is your Cinematic Madlu signing off.